എന്താടോ കള്ളമായത്? തന്റെ ഫ്യൂസ് പോയോ? 10 തെറി കേൾക്കാഞ്ഞിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. പറയാഞ്ഞിട്ട് എനിക്കും. താൻ എവിടെ ഇരിക്കേ? എടോ താൻ കീരി കണ്ടോ? വേണ്ട, ഞാൻ ഓഫീസിൽ പോയിരുന്നോളാം. ഇരിക്കാൻ. ഞാൻ എന്താ പറഞ്ഞത്? ഇരിക്കാൻ അല്ല, കീരി. കണ്ടോണ്ടേ? പാമ്പിനെയോ? കണ്ടിട്ടുണ്ട്. രണ്ടിനെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? എന്റെ ഈശ്വര, എന്ത് കഷ്ടമായത്. എനിക്ക് ഇതിനൊക്കെ എവിടെയാ സമയം? കണ്ടിട്ടില്ല. കാണണം. രണ്ടും ആജീവനാന്ത ശത്രുക്കളാണ്. തമ്മിൽ കണ്ടാൽ ഒന്നൊന്നിനെ കുഴിക്കും. എന്നാൽ ഇതേ കീരിയും പാമ്പും സ്നേഹമായിട്ട് കഴിയുന്നു എന്ന് വെച്ചാൽ അതത്ഭുതം. ഞാനിത് കണ്ടിടൂ. എനിക്കൊന്നും മനസ്സിലായി. കീരിയുണ്ട്, പാമ്പുണ്ട്. അവര് തമ്മിൽ പണ്ടേ ശത്രുതയുണ്ട്. ഈ അടുത്ത കാലത്ത് അത് തീർന്നു. മേനോ സാർ അത് കണ്ടു. ഇനിയിപ്പോ അത് എന്നെ കൂടി കൊണ്ടുവന്ന് കാണിക്കും. വലിയ കാര്യം. എന്ത് ശാസ്ത്രവും പഠിച്ചു. എന്റെ ഈശ്വര, കുറച്ച് ദിവസമായിട്ട് ഞാൻ ചിലതൊക്കെ കാണണം. ഒരു കീരിയും പാമ്പും പരസ്പരം കണ്ണിൽ കണ്ണി നോക്കി ചിരിക്കുക, അടക്കി പിടിച്ച് സംസാരിക്കുക, കീരിക്ക് പാമ്പ് ഭക്ഷണം വിളമ്പി കൊടുക്കുക. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അതേ, ഈ പനി വരുമ്പോഴും ശരീരത്തിന് ക്ഷീണമുള്ളപ്പോഴും കണ്ണടച്ചു കിടന്ന ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോ പിച്ചും പയ്യും ഒക്കെ പറയും. ഗുളിക എടുക്കട്ടെ? ഗുളിക തന്റെ ഒരു വിവരം കേട്ട നായരെ. നമ്മുടെ കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞോളൂ. സൂഫിയുടെയും സച്ചിയുടെയും കാര്യം. ഈ വയസ്സുകാലത്ത് ഇതൊക്കെ കാണുന്നുണ്ടല്ലേ? സത്യത്തിൽ അവർ തമ്മിൽ നല്ല ചേർച്ചയാണല്ലേ? ഇന്നത്തെ ദിവസം എന്നെ കണി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നെന്താ വിശേഷിച്ച്? ഇന്ന് ഒന്നുമില്ല, വെറുതെ. അപ്പോ എന്തോ ഒരു വിശേഷമുണ്ട്. മറ്റാരോടും പറയില്ലെന്ന് പ്രോമിസ് ചെയ്യണം. പറഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യൻസ് പ്രോമിസ് ചെയ്താ പ്രോമിസാ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. 3 ഇന്നെന്റെ ജന്മദിനാ. മെനി മെനി ഹാപ്പി റിട്ടേൺ. താങ്ക്സ്. ബർത്ത്ഡേ പ്രസന്റ് ഓർക്കാതെ എന്താ ഇപ്പൊ ഒരു പ്രസന്റ്? ഇഷ്ടപ്പെട്ടവർക്കെല്ലാം വാരിക്കോരി കൊടുക്കാറില്ലേ ഒരു സമ്മാനം?
ഇവർക്ക് കൊടുക്കാനുള്ള സമ്മാനമാ ഇത്. 100 നാക്കുള്ളവനാ. കാര്യം ഒപ്പിച്ചെടുത്തിട്ട് ഇപ്പൊ കമാന്ന് അക്ഷരം കൊണ്ടുണ്ടോന്നൊക്കെ. അതായത് എന്തോ സിന്ധുമോളുടെ വരവ് നമുക്ക് അസുഖമായിട്ട് ആഘോഷിക്കണം. എന്തിനാ? എന്നെ മറന്നിട്ടില്ല അല്ലേ? നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ലടി കുരുത്തങ്ങളോളെ. ജാക്സൺ നിന്നെ വിവാഹം കഴിക്കും. നിനക്ക് വേണ്ടി ഞാൻ എഴുതി വെക്കുന്ന സ്വത്തിൽ അവനും അവകാശം ഉണ്ടായി. സ്വത്ത് അവകാശങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ഞാൻ. പക്ഷെ എനിക്ക് എന്റെ ബാധ്യത നിറവേറ്റാൻ പറ്റില്ലല്ലോ. ആരോടുള്ള ബാധ്യത? നിന്നോട്. ഈ സ്ത്രീയോടുള്ള പ്രത്യുപകാരം. അമേരിക്കയിൽ വിറ്റഴിയാത്ത തുണിത്തരങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ മാർക്കറ്റ് ഉണ്ടാക്കി ഡാഡിയുടെ മാനം രക്ഷിച്ച ഇവർക്ക് പകരം വേണ്ടത് എന്നിലൂടെ ഡാഡിയുടെ സ്വത്തുക്കൾ. അത്രയും ചെയ്താൽ ഇവരോടൊപ്പം ബിസിനസ് പാർട്ണറായി ഡാഡിക്ക് സ്വിറ്റ്സർലൻഡിൽ ജീവിക്കാം. അതല്ലേ വേണ്ടു? 24 മണിക്കൂർ തലയ്ക്ക് വെളിവില്ലാത്ത ജാക്സന്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഞാൻ വല്ല മഠത്തിലും പോയി. സോഫി, എന്റെ മമ്മി എനിക്കെല്ലാം നേടിത്തന്നു. സുന്ദരിയായ കോടീശ്വരിയായ നിന്നിലൂടെ എല്ലാം. നമ്മുടെ വിവാഹശേഷം നിന്റെ ഡാഡിയെയും കൊണ്ട് എന്റെ മമ്മി സ്വിറ്റ്സർലൻഡിലേക്ക് പറക്കും. നല്ലൊരു കൈമാറ്റം ആൻഡ് എ ഗുഡ് ബിസിനസ്. ഈ കച്ചവടത്തിൽ നിനക്ക് കോടികൾ കിട്ടും. എന്നെ കിട്ടില്ല. ഐ ഹേറ്റ് യു. പക്ഷെ എനിക്ക് നിന്നെ വേണം. നിന്റെ സ്വത്തുക്കൾ വേണം. അതെനിക്ക് കിട്ടും. ഇനി ഞാൻ കാത്തിരിക്കുന്നതിൽ അർത്ഥമുള്ളതായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? നീ എന്നെ ഇങ്ങനെ ഇട്ട് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചെയ്യാവുന്നതല്ല ഞാൻ ചെയ്യും. പക്ഷെ അവൾ സമ്മതിച്ചിട്ട് വേണ്ടേ? മറ്റൊരാളെയാണ് സോഫി വിവാഹം കഴിക്കുന്നതെങ്കിൽ അങ്കിൾ എനിക്ക് പ്രോമിസ് ചെയ്ത സ്വത്തുക്കൾ മറ്റാരുടെയോ കയ്യിൽ ചെല്ലും. സ്വത്തുക്കൾ മാത്രമാണ് നിന്റെ ചിന്ത അല്ലേ? അതെ, അത് മാത്രമാണ്. എനിക്ക് എന്റെ ഭാവി നോക്കണ്ടേ? എങ്കിൽ എന്റെ മകളുടെ ഭാവിയെക്കുറിച്ച് എനിക്കൊന്ന് ആലോചിക്കണേ. അങ്കിളെ, എനിക്കൊന്നും ആലോചിക്കാനില്ല.